നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഫസൽ വധക്കേസിൽ പുറത്തുവന്ന മൊഴി നിഷേധിച്ച് RSS പ്രവർത്തകൻ സുബീഷ്. റെക്കോർഡ് ചെയ്തത് പോലീസ് മർദ്ദിച്ചെടുത്ത മൊഴിയെന്ന് വിശദീകരണം. പോലീസിന്റെ വൃത്തികേട് മനസ്സിലാക്കണമെന്ന് കെ സുരേന്ദ്രൻ. RSSന്റെ കള്ളക്കളിയാണ് പൊളിഞ്ഞതെന്ന് പി ജയരാജൻ. ഗാന്ധിജി അമിത്ഷായ്ക്ക് കൗശലക്കാരനായ ബനിയ ജാതിക്കാരൻ. കോൺഗ്രസ് പിരിച്ചുവിടാൻ കൗശലക്കാരനായ ബനിയെ തീരുമാനിച്ചിരുന്നുവെന്ന പ്രസ്താവന വിവാദമായി. അമിത്ഷാ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ. ഹർത്താലുകളിൽ വീണ്ടും വലഞ്ഞ് ജനം. കോഴിക്കോട് മൂവാറ്റുപുഴ ഹർത്താലുകളിൽ അക്രമം. കോഴിക്കോട്ട് BJP സംസ്ഥാന സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം. വടകരയിലും ഫറോക്കിലും CPM ഓഫീസുകൾ ആക്രമിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാൻ തിങ്കളാഴ്ച സർവകക്ഷി യോഗം. ശീലമുണ്ട്. ഈ പൈക്കുന്ന വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് അടിക്കും. എന്നിട്ട് ഏതെങ്കിലും മുക്കിലെ മൂലയിലെ കിടക്കും. എന്നിട്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കള്, ഞാൻ പറയുന്ന നമ്മുടെ മാധ്യമ സുഹൃത്തുക്കള് അതിന് ഫോട്ടോ എടുത്ത് കണ്ടില്ലേ? ദളിതരെ അധിക്ഷേപിച്ച് CPM MLA. ചക്കിലിയന്മാർ അമ്പലത്തിൽ പോകുന്നത് മദ്യപിക്കാനാണെന്ന് കെ ബാബു. വിവാദമായപ്പോൾ ഭയപ്പെടുത്തൽ. കോൺഗ്രസുകാരെയാണ് ഉദ്ദേശിച്ചതെന്ന് ബാബുവിന്റെ വിശദീകരണം. സിനിമകൾക്ക് മേലും കേന്ദ്ര സർക്കാരിന്റെ സെൻസറിംഗ്. രോഹിത് വെമുല കശ്മീർ വിഷയങ്ങൾ പ്രമേയമാക്കിയ ചെറുചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി തടഞ്ഞു. പ്രതിഷേധാർഹമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. And that'll do it. No such thing as nerves with this young lady. Absolutely an incredible performance. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ഒസ്റ്റാ പെഗ്വോയ്ക്ക്. ഒസ്റ്റായുടെ ആദ്യ ഗ്രാൻഡ് സ്ലാം നേട്ടം. ആദ്യം പറഞ്ഞതോ ഇപ്പോൾ പറയുന്നതോ സത്യം? ഫസൽ വധക്കേസിൽ പങ്കുണ്ട് എന്ന മൊഴി നിഷേധിച്ച് RSS പ്രവർത്തകൻ സുബീഷ്. പോലീസ് മർദ്ദിച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത് എന്ന് സുബീഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫസൽ വധക്കേസിൽ പുറത്തുവന്ന മൊഴി നാടകമാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. RSSന്റെ കള്ളക്കളിയാണ് ഇപ്പോൾ പൊളിഞ്ഞത് എന്ന് CPM നേതാവ് പി ജയരാജനും പ്രതികരിച്ചു. കണ്ണൂരിൽ അഭിഭാഷകനൊപ്പം വാർത്താസമ്മേളനം നടത്തിയാണ് സുബീഷ് ഫസൽ കേസിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കിയത്. ക്രൂരമായി മർദ്ദിച്ച് പോലീസ് പറയിപ്പിച്ചതാണ് മൊഴിയെന്നും സുബീഷ് കൂട്ടിച്ചേർത്തു. കുടുംബത്തെയും കുടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മൊഴിയും നൽകിയിട്ടില്ലെന്ന് മട്ടന്നൂർ മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നതായും സുബീഷ് പറഞ്ഞു. ഭീഷണിപ്പെടുത്തുകയും ജീവിക്കാൻ അനുവദിക്കുകയില്ല, പല കേസുകളിൽപ്പെടുത്തി നിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ ആക്കുമെന്ന രീതിയിൽ പറഞ്ഞ് അവർ പറയുന്ന പ്രകാരം സമ്മതിക്കാവുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുകയാണുണ്ടായത്. പോലീസിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നും 2 DYSPമാർ AK സെന്റർ നിർദ്ദേശമാണ് നടപ്പാക്കുന്നതെന്നും BJP നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഇപ്പോ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. സദാനന്ദനെയും പ്രിൻസ് എബ്രഹാമിനെയും കൊടുക്കാൻ പറ്റിയ ഒന്നാന്തരം തെളിവാണ് ഇപ്പൊ സുബീഷ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ മജിസ്ട്രേറ്റിന്റെ മൊഴിയും ഉണ്ട്. RSSന്റെ കള്ളക്കളിയാണ് പൊളിഞ്ഞതെന്നും CBI ദുരഭിമാനം വെടിഞ്ഞ് കേസിൽ ശരിയായ അന്വേഷണം നടത്തണമെന്നും പി ജയരാജൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കേതായാലും CPMകാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ LDFന്റെ ഭരണകാലത്ത് അന്വേഷണ സംഘമാണ് ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിന് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തണം. അതാണിപ്പോൾ ആവശ്യപ്പെടുന്നത്. CBIയും ആ തെറ്റ് തിരുത്തണം എന്നാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്. കേസിലെ 8 പേരും നിരപരാധികളാണെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും കാരായി രാജൻ പ്രതികരിച്ചു. ഞങ്ങൾ 5 വർഷം ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ വേട്ടയാടപ്പെട്ടു. ഞങ്ങൾ വേട്ടയാടപ്പെട്ടതുപോലെ സുബീഷ് ഒരു 5 ദിവസം പോലും വേട്ടയാടപ്പെടാൻ പാടില്ല ഒരു കേസിന്റെ പേരിൽ എന്നാണ് എന്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. BJP നേതാവ് ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോട് നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. അഡ്വക്കേറ്റ് പ്രേമരാജൻ സുബീഷിന്റെ അഭിഭാഷകൻ, അദ്ദേഹം കണ്ണൂരിൽ നിന്നും ചർച്ചയിൽ ചേരും. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്ത്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചിയിലുമായി ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ കെ സുരേന്ദ്രൻ, ഏത് അന്വേഷണത്തിനും തയ്യാറാണ് എന്ന് ഈ ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ ഒരിടത്ത് സുബീഷ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഒരുപക്ഷേ അത് പറയുന്നുണ്ടാകും. ഈ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്, ആ തെറ്റ് തിരുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പി ജയരാജൻ അല്പം മുമ്പ് എല്ലാ മാധ്യമങ്ങളോടും പറയുകയും ചെയ്തു.
ഈ കേസിൽ തുടരന്വേഷണം വേണം, പുനരന്വേഷണം വേണമെന്ന ആവശ്യമായി അവർ കോടതിയിലാണ്. ഈ കേസിൽ തന്നെ അന്വേഷണം വേണമെന്നില്ല, പക്ഷേ ഏത് അന്വേഷണത്തിനും തയ്യാറാണ് എന്ന് സുബീഷ് കൂടെ പറയുന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം വേണം എന്ന നിലപാടിലേക്ക് BJP എത്തുമോ? അല്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ടോ സനീഷേ? CBI ഏറ്റെടുത്ത ഒരു കേസ് പിന്നീട് വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ടോ? ഇത് വളരെ വ്യക്തമല്ലേ? വിചാരണ സന്ദർഭത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി CPM-ന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയ ഒരു തിരക്കഥയാണ്. ഈ തിരക്കഥ പൊളിഞ്ഞ് പാളീസായി പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സാമാന്യ നീതിബോധമുള്ളവർക്കറിയാലോ, ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ നിഷേധിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വാലിഡിറ്റി? ആരെങ്കിലും ഒരാൾ വന്ന് ഇപ്പോൾ ഞാൻ വന്നിട്ട് പറയുകയാണ് ഫസലിനെ കൊന്നത് ഞാനാണെന്ന്, ഉടനെ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അവിടെ കോടതി കൊണ്ടിൽ ഹാജരാക്കിയാൽ അതിന് നിയമപരമായിട്ട് പ്രാബല്യമുണ്ടോ? എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്? ഈ കേസ് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അത് CPM-ന് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ അതിന് നിഷേധിക്കുന്നില്ല. പക്ഷെ പ്രിൻസ് എബ്രഹാമും സദാനന്ദനും അത് ചെയ്യാൻ പാടില്ല. അവരെ ശരിക്കും നിയമപരമായിട്ട് തന്നെ നേരിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവരാരാണ് ഇത് ചുമതലപ്പെടുത്തിയത്? കേരള പോലീസ് ഫസൽ കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടോ? പിണറായി വിജയൻ അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി അഥവാ വേറൊരു കേസിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു മൊഴി വരുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1 കൊല്ലമായി എന്നാണല്ലോ പറയുന്നത്. അവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇത് പറയണ്ടേ? ഈ മാതിരി CD ഉണ്ടാക്കി നാടകം കാണിച്ച് ഇപ്പൊ കൂറുമാറിയ ഫസലിന്റെ ഏട്ടനെ കൊണ്ട് കോടതിയിൽ കൊടുപ്പിക്കുകയാണോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ഇത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഒരു കേസിൽ കൃത്യമായിട്ട് CBI അന്വേഷണം നടത്തി ഫുൾ പ്രൂഫ് തെളിവുകൾ സമാഹരിച്ച് അത് വിചാരണയ്ക്ക് വന്നിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു നാടകവുമായിട്ട് വന്നിരിക്കുന്നത്. ഇതെന്താ ബാക്കിയുള്ളവരൊക്കെ കിഴങ്ങന്മാരാണെന്നാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ സുരേന്ദ്രൻ താങ്കളിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇത് CPM-ന്റെ നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ CPM നേതൃത്വത്തിൽ നടത്തിയ ഒരു തിരക്കഥയായിരുന്നു. പക്ഷേ അത് പൊളിഞ്ഞു പോയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിലനിൽപ്പില്ല. അല്ലെങ്കിൽ തന്നെയും ഈ മൊഴിക്ക് അത് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ എന്നെ തല്ലി പറയിച്ചതാണ് എന്ന മൊഴി നേരത്തെ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, ഈ സുബീഷ്. അതുകൊണ്ട് നിലനിൽക്കുന്ന തെളിവല്ല, പൊളിഞ്ഞുപോയൊരു തിരക്കഥയ്ക്ക് മേലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് എന്ന കെ സുരേന്ദ്രന്റെ ആക്ഷേപത്തെ എങ്ങനെ എതിർക്കും? മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കിഴങ്ങന്മാരല്ല. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ എന്നെ തല്ലിയെന്ന മൊഴി കൊടുത്തോ? ഇല്ല. തല്ലിയെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കുമ്പോൾ പറയണ്ടേ? ഇത് ഇപ്പോഴെടുത്തല്ലോ, 2 വർഷത്തിന് മുമ്പ് UDF ഭരിച്ച അവസരത്തിൽ എടുത്ത മൊഴിയല്ലേ. ആ മൊഴി ഇപ്പോൾ പുറത്തു വന്ന് കോടതിയിൽ സമർപ്പിച്ചപ്പോഴേ ഇത് ജനം അറിയുന്നുള്ളൂ. അതല്ല എന്ന് സുധീഷ് ഇപ്പം മാറ്റി പറയാൻ ഒക്കുമോ? എന്നെ തല്ലിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് കോടതി ഹാജരാക്കിയപ്പോൾ പറഞ്ഞില്ലല്ലോ. പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് വാദിച്ച് സമർത്ഥിച്ച് എൻ്റെ സ്നേഹിതൻ സുരേന്ദ്രൻ ഇപ്പോൾ ഇതിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ അന്വേഷണം നടത്തണമെന്നല്ലേ ഞാനൊരു മൊഴി പുറത്തു വന്നിരിക്കുന്നു, അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തണം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ കോടതിക്ക് മുമ്പാകെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ പരാതിയായിട്ട് നൽകിയിട്ടുണ്ട്. അത് എന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് രേഖ അവരുടെ കൈവശമുണ്ട്. അല്ല, ആരുടെ കൈവശമുണ്ട്? എന്നാൽ കോടതിയിൽ നിന്ന് ഹാജരാക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇവരെ തല്ലിയെന്ന് പറഞ്ഞില്ല, പിന്നെ എഴുതി കൊടുത്തെന്നായിരിക്കും പറയുന്നത്. അത് അദ്ദേഹത്തെ ഹാജരാക്കിയപ്പോൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇദ്ദേഹത്തെ CBI പിന്നീട് ഒരു പുനരന്വേഷണം നടത്തുമോ? നടത്തിയ അനുഭവമില്ലേ കേരളത്തിൽ തന്നെ? CBI അന്വേഷിച്ച് കണ്ടെത്താത്ത കേസിൽ കണ്ടെത്തിയിട്ടില്ലേ കേരള പോലീസ് വന്നിട്ട്? അതുകൊണ്ട് ആ ചരിത്രമൊക്കെ ഉണ്ട്. ചരിത്രമില്ലാഞ്ഞിട്ടല്ല, ഇതിനകത്ത് നിരപരാധികൾ ജയിലിൽ കിടക്കുകയും കൊലപാതകികൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ശരിയല്ല. ഫസലിൻ്റെ സഹോദരൻ തന്നെയാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. ആ ഹർജി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ, എന്തിനാ പേടിക്കുന്നത്? അതാണ് അന്വേഷണത്തിലേക്ക് പോകാതെ അക്കാര്യമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ തിരിച്ചു വരാം, അതിഥികളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഒന്നുകൂടെ ഈ ചർച്ചയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇതുവരെ നടന്ന സംഭവ വികാസങ്ങളിലേക്ക് ഒന്നുകൂടെ പോകേണ്ടതുണ്ട്. ഇന്നലെ വന്ന സുബീഷിൻ്റെതായിട്ട് വന്ന മൊഴി ഒരിക്കൽ കൂടെ കേൾക്കാം. ഇന്നലെ സുബീഷിൻ്റെതായിട്ട് പോലീസ് റെക്കോർഡ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളടക്കമുള്ള മൊഴി ഒരിക്കൽ കൂടെ കേൾക്കാം, വളരെ പെട്ടെന്ന്. വണ്ടി കടന്നു വെച്ചത് മുഖമുട്ട് തന്നെ, കാരണം വണ്ടി ഓൾറെഡി അത്രയും വലിയ വണ്ടി പോകാൻ പറ്റും. ഈ 4 ആളുള്ളത് കൊണ്ട് വണ്ടി അമിതമായ സ്പീഡിൽ ഒന്നും പോകാൻ പറ്റില്ല. ബാക്കിൽ നിന്ന് തുള്ളി സൈക്കിളിന്റെ മുമ്പിൽ കയറിയോ? സൈക്കിളിന്റെ മുമ്പ് കയറി പുറകിലുള്ള തുള്ളി. അത് പ്രബീഷാണ് തുള്ളി. പ്രബീഷ് തുള്ളി പിന്നെ ഉടൻ തന്നെ പിന്നെ പ്രബീഷും തുള്ളി മറ്റൊന്ന് ഞാൻ നിർത്തുമ്പോൾ ഓനും കീഞ്ഞു. ഞാനും വണ്ടിയും വീണു. നീ വണ്ടി പോകും സൈഡിൽ തന്നെ പോകും, അടുത്ത ഭാഗത്തേക്ക് വണ്ടി ചെരിഞ്ഞു പോകും. അപ്പൊ ഞാൻ കുറച്ച് മുന്നോട്ടെത്തി.
അങ്ങനെ ഇവനെ ഫസ്റ്റ് ഇവൻ തുള്ളിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് മുന്നോട്ടെത്തി ഞാൻ വണ്ടിയും കൊണ്ട് വീണു. പിന്നെ ഞാൻ വണ്ടി നിർക്കേണ്ട ശ്രമം ഷാട്ടാക്കേണ്ട ശ്രമമായി. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഭയങ്കര പിടി, അതായത് കുറച്ച് ദൂരമുണ്ട്. ഞാനിപ്പോൾ വണ്ടി ഇവിടെ ആണെങ്കിൽ കുറച്ച് ഇതാണ് ഇന്നലെ പുറത്തു വന്ന മൊഴി. ഇതിന്മേലാണ് ഈ ചർച്ചകളും നിഷേധിക്കലും നടന്നത്. അതിനുശേഷം വന്ന മറ്റൊരു തെളിവ് ഈ ഇതേ സുബീഷ് ഒരു RSS നേതാവിനോട് എന്ന് CPMകാർ പറയുന്ന ഒരാളോട് സംസാരിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണമാണ്. അത് പക്ഷേ ഇന്ന് സുബീഷ് വാർത്താ സമ്മേളനത്തിൽ ഞാനല്ല, എൻ്റെ ശബ്ദമല്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട്. ആ ഫോൺ സംഭാഷണത്തിലേക്ക്. പണ്ട് നമ്മൾ ഒരാളെ കൊന്നിട്ടില്ലേ, കളിഷാപ്പിലെടുക്കുന്നു മടപ്പടിയ. പണ്ട് എത്രയോ കൊല്ലം ഒരാളെ കൊന്ന സ്ഥലമുണ്ട്, സ്ഥലം സൈക്കിൾ മിസ്സിങ്ങായി വിട്ട് അന്നേരം ഒരു വണ്ടിയും തന്നു. അപ്പോൾ ഞാൻ ഇവനോട് സിനോജിന് പറയാം, പയ്യ പോയി കിട്ടിക്കഴിഞ്ഞാൽ അല്ല ഒന്നും നോക്കണ്ട, നമുക്ക് എന്ത് പ്രശ്നമായി കഴിഞ്ഞാൽ ഇതാക്കണ്ട, അതൊന്നും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ ഞാൻ ഏറ്റെടുത്തോളൂ, അങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ വിട്ട് ഒരാളൊരു ബൈക്ക് നോക്കി എൻ്റെ ഒരു കാര്യം 2 കൂടുതലുണ്ട്. അന്നേരം ഞാൻ 2 കൂടുതൽ കൊടുക്കുന്നു. അതായത് സാധനമൊന്നുമില്ല, ബാക്കിൽ ഇരിക്കുന്ന ബാക്കി ഷിനോജ് ഓടിക്കുന്നുണ്ട്. എങ്ങനെ തട്ടിക്കിട്ട് വിട്ട് ഇവൻ സൈക്കിൾ അടിച്ചു കൊണ്ട് ടെമ്പിൾ കയറ്റി കുറച്ച് അങ്ങോട്ട് നമുക്ക് ഇവനെ കിട്ടി. അങ്ങനെ ഇവൻ്റെ വണ്ടീൻ്റെ മുമ്പിൽ ഇവൻ കയറ്റിയപ്പോൾ ബാക്കിൽ നിന്ന് ഞാൻ തുള്ളി വിട്ടേന്നറിയാം. ഇവൻ്റെ ഭയങ്കര ആളാണ്. അഡ്വക്കേറ്റ് പ്രേമരാജൻ, ഈ രണ്ടാമത്തെ ടെലിഫോൺ സംഭാഷണം ഞാൻ നടത്തിയതല്ല എന്ന് അദ്ദേഹം സുബീഷ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. 2 ശബ്ദവും കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നു എന്ന തോന്നലിനെ എങ്ങനെ വിശദീകരിക്കും? നോക്കൂ, ഞാൻ ഇതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ഈ തെളിവുകൾ കൃത്രിമമായിട്ട് തെളിവുകൾ പോലീസും കോടതി സ്റ്റാഫ് പോലും കൃത്രിമമായിട്ട് തെളിവുകൾ ഉണ്ടാക്കുന്നതിനെതിരെ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ സെഷൻസ് കേസ് നമ്പർ 386/2002 ആ കേസിൽ ഒരു വിധി വന്നിരുന്നു. അതായത് ഈ ആച്ചുകുളങ്ങര ഈ ഫസലിന്റെ മരണം നടന്നതിന്റെ കുറച്ച് അടുത്ത് മാറിയിട്ടുള്ള സ്ഥലത്ത് വെച്ച് ദാസൻ എന്ന CPM പ്രവർത്തകൻ 1999 കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെട്ട കേസിൽ ഏകദേശം 11 പ്രതികളെ BJP RSS പ്രവർത്തകരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ഈ കേസിന്റെ വിചാരണാഘട്ടത്തിൽ ഈ ഒരാൾ മരണപ്പെട്ടു. ഈ കേസ് വിചാരണ നടന്ന സമയത്ത് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. അതായത് പോലീസും കോടതിയിലെ മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ സ്റ്റാഫുകൾ പോലും കൂട്ടുനിന്ന് ഇതിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൃത്രിമം ഒരു പേജ് ഇൻസേർട്ട് ചെയ്തു. തീർച്ചയായും പ്രേമരാജൻ, അത്തരം സംഭവ വികാസങ്ങൾ നിരവധിയായിട്ട് രാജ്യത്തെമ്പാട് നിന്നും രാജ്യത്തെ കോടതികളിൽ നിന്ന് നീതിന്യായ നടപടികളിൽ നിന്ന് ഇത്തരത്തിൽ ഒട്ടും ശരിയല്ലാത്ത ഒരുപാട് നടപടികളുണ്ട്. ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് സമയം അങ്ങ് പോകും. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഊന്നി നിന്നാൽ ഈ 2 ശബ്ദങ്ങളും വിഷ്വലോടെ കാണുന്ന ശബ്ദവും ടെലിഫോണിൽ കേൾക്കുന്ന ശബ്ദവും ഒരേപോലെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കുന്ന ആളുകൾക്ക്, അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് ഉള്ള വിശദീകരണം എന്താണ്? രണ്ടാമത്തെ ശബ്ദം അദ്ദേഹത്തിൻ്റെതല്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? സുബീഷ് പറഞ്ഞു സുബീഷിന്റെ ശബ്ദമല്ല എന്ന് സുബീഷ് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, അതിനവരൊരു BJP നേതാവിനോടാണ് സുബീഷ് പറഞ്ഞതെന്ന് ആരോപിക്കുന്നു. ആ മറ്റേ ആളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ സനീഷ്? മറ്റേ ആളുടെ ശബ്ദം അയാൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോ? അയാൾ മുക്കുകയും മൂളുകയും ചെയ്യുന്നതല്ലാതെ അയാൾ വേറെ എന്തെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ അതിൽ ആ ഓഡിയോ ക്ലിപ്പിൽ കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അത് കൃത്രിമമായിട്ട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നുള്ളതിന്റെ തെളിവാണത്. തീർച്ചയായും ആ പോയിന്റ് നിലനിൽക്കുന്നതാണ്, താങ്കൾ ഉന്നയിക്കുന്ന പോയിന്റ് നിലനിൽക്കുന്നതാണ്. മതിയായിട്ടുള്ള, അത് മാത്രമല്ല, അങ്ങനെ വിലവെക്കാവുന്ന ഒരു വാദമാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തെ കാര്യം, 17-ാം തീയതി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു സുബീഷിനെ. 19-ാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്നു. നിരന്തരമായിട്ടുള്ള മർദ്ദനമാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പീഡനമാണ്. 19-ാം തീയതിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. 3 ദിവസം മർദ്ദനവും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുമേറ്റ ഒരാളുടെ ശരീരഭാഷയായിട്ട് അത് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളിൽ വളരെ ആവേശത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു പോകുന്നതായിട്ടും ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ സംസാരിക്കുന്നതായിട്ടുമാണ് തോന്നുന്നത്. ആ തോന്നൽ നിഷേധിക്കാൻ എന്ത് കാരണങ്ങളുണ്ട്? കാരണം ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിരന്തരം, അയാൾ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഈ വിളിയുടെ ഇടയിൽ അവർ പോലീസുകാർ ജയരാജ ഏട്ട എന്ന് വിളിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, മറ്റുള്ളവർ CPM നേതാക്കളോട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഈ 2 ദിവസത്തോളം ഇയാളെ പീഡിപ്പിച്ച് ഈ നമ്മൾ പറയുന്ന രീതിയിൽ സ്വാഭാവികമായ രീതിയിൽ മൊഴി കൊടുക്കണം എന്ന് നിർബന്ധിച്ച് ആ രീതിയിലേക്ക് പല തവണ ടേക്ക് എടുത്തിട്ടാണ് അയാളുടെ ആ മൊഴി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, അവർ പറഞ്ഞു 16 മണിക്കൂറുള്ള വീഡിയോ നമ്മുടെ കൈവശമുണ്ട് എന്ന്. സുബീഷ് 48 മണിക്കൂർ ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. 17/11/2016 രാത്രി 9:30 മണിക്ക്
യാത്രക്കാരെ വഴിയിലിറക്കി ഡ്രൈവർ സൈറ്റിൽ നിന്ന് സുബീഷിനെ വലിച്ചിഴിച്ച് പോലീസുകാർ അഴീക്കൽ കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിക്കുന്നു. പിറ്റേ ദിവസം അഴീക്കൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുന്നു. അതിനുശേഷം ആശീർവാദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, കൊയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. തീർച്ചയായും ഇക്കാര്യങ്ങളെല്ലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ്. അഡ്വക്കേറ്റ് പ്രേമരാജൻ ഇങ്ങനെ 17-ാം തീയതി പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച് മാനസികമായ പീഡനമേൽപ്പിച്ച് ഇഞ്ചക്ഷൻ കൊടുക്കാൻ ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോയി വളരെ സമർത്ഥമായി എഴുതി തയ്യാറാക്കി പഠിപ്പിച്ച് അത് ആവർത്തിച്ചെടുത്ത് ഇതിനെ സ്വാഭാവികമായിട്ടുള്ള ഒരു മൊഴിയെന്ന മട്ടിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത്രയ്ക്ക് ബുദ്ധി കാണിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇതേ സുബീഷിന്റെ മുന്നിൽ നിന്ന് ജയരാജേട്ടാ പറയൂ കാര്യങ്ങൾ ശരിയായി വന്നില്ല എന്ന് ടെലിഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിശക് തോന്നുന്നുണ്ടല്ലോ എനിക്ക്. അക്കാര്യത്തിലുള്ള വിശദീകരണം എന്താണ്? എന്ന് വെച്ചാൽ ഇത്രമാത്രം കള്ളത്തരങ്ങളും അട്ടിമറിയും നടത്താൻ ശ്രമിച്ച സമർത്ഥരായിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇതേ സുബീഷിന്റെ മുന്നിൽ നിന്ന് ജയരാജനുമായി ഫോണിൽ സംസാരിച്ചു. ആ ജയരാജൻ CPM നേതാവായ ജയരാജനാണ് എന്ന് വിചാരിക്കുന്നതിൽ പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതിനുള്ള വിശദീകരണം. നോക്കൂ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സുബീഷ് പറഞ്ഞു ആ സമയത്ത് നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫോൺ വന്നു. അതിന്റെ ഇടയിൽ അവർ ജയരാജേട്ട എന്ന് വെച്ചാൽ വിളിക്കുന്ന അയാൾ കേട്ടു. അതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. സോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു തിരക്കഥയാണ് ഇത്. ആ തിരക്കഥ എപ്പോഴുണ്ടായി? 2015 ജൂൺ മാസം 21-ാം തീയതി 3 ദിവസം തുടർച്ചയായി ദേശാഭിമാനി പത്രത്തിൽ തിരക്കഥ എഴുതി വന്നു. ആ തിരക്കഥ ഇതാണ് ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ അന്നുണ്ടായിരുന്ന ഓഡിയോ കാസറ്റും മറ്റും ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പും ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ പുറത്തുവിട്ടില്ല? എന്തുകൊണ്ട് അവർ CBI കോടതിയിൽ സമർപ്പിച്ചില്ല? അതൊരു മതിയായ ചോദ്യമാണ് ശ്രീ ആനന്ദഭട്ടമാനന്ദൻ. അതൊരു മതിയായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയാവസ്ഥ സംസ്ഥാനത്ത് സംജാതമായപ്പോൾ പിണറായി വിജയൻ സർക്കാർ നല്ല അധികാരത്തോടെ വന്ന് ഭരിക്കുന്ന ഒരു ആധികാരികമായിട്ടുള്ള അവിടെ ഉള്ള സമയത്ത് സാഹചര്യത്തിൽ മാത്രം ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചിട്ട് പോലും ഈ CPMകാരാണ് കൊന്നത് എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ കാലത്ത് മാത്രം ഇതിങ്ങനെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായപ്പോൾ ഉണ്ടാക്കിയെടുത്ത തിരക്കഥയെ പുറത്തേക്ക് ഇടുന്ന കാഴ്ചയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ആനന്ദഭട്ടമാനന്ദൻ? അല്ല, അനീഷ് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ വക്കീലിൻ്റെ പറച്ചിൽ. അതായത് ഈ സംഭവം നടക്കുന്ന അവസരത്തിൽ LDF അല്ലല്ലോ ഭരിക്കുക, UDFൻ്റെ ഭരണമല്ലേ. ആ ഭരണകാലത്തുള്ള പോലീസാണല്ലോ ഇത് ക്വസ്റ്റ്യൻ ചെയ്ത്. ആ ക്വസ്റ്റ്യൻ ചെയ്ത രേഖകളൊന്നും അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് കൊടുക്കുമോ? ഈ പോലീസുകാർ അതെല്ലാം വെച്ച് സൂക്ഷിച്ച് ഇപ്പോഴല്ലേ കോടതി ഹാജരാക്കുമ്പോഴല്ലേ അറിയുന്നത്. അത് അവരുടെ ടേപ്പ് ചെയ്ത് കോടതി ഹാജരാക്കാൻ പറഞ്ഞത് ഇപ്പോൾ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ ഹാജരാക്കി. അതെന്തുകൊണ്ട് ഹാജരാക്കില്ലെന്ന് ആ പോലീസുകാരോട് ചോദിക്കണം. UDFൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇത് ഹാജരാക്കാതിരുന്നു. പിന്നെ അനീഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയില്ലേ, അയാൾ ആരെങ്കിലും എത്ര കോടിയിലായിട്ടാണ്, എത്ര സഹകരണാത്മകമായിട്ടാണ് അദ്ദേഹത്തെ മൊഴിവെടുക്കുന്നത്? അദ്ദേഹത്തെ തല്ലിയതിൻ്റെ ലക്ഷണമോ തല്ലിയെന്നുള്ള മനപ്രയാസമോ മുഖഭാഗമോ ശാരീരികമായ പ്രകടനമോ ഒന്നുമില്ലല്ലോ. സുഹൃത്തിനെ പോലെ ഇരുന്ന് മൊഴിവെടുക്കുകയല്ലേ. എന്നിട്ടിപ്പോൾ ഈ വക്കീൽ പറയുകയാണ് അദ്ദേഹത്തെ തല്ലി ഇവരെ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് കൊടുത്തതെന്ന്. ഈ RSSൻ്റെ ഒരു പ്രവർത്തകനായിരുന്ന ഒരാൾ, ഈ കൃത്യമെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ പോയി ഇരുന്നിട്ട് ഭയന്ന് മജിസ്ട്രേറ്റിനോട് പറയാതിരുന്നല്ലേ, പോലീസിനോട് മൊഴി കൊടുത്തില്ല, മജിസ്ട്രേറ്റിനോട് മൊഴി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഈ വക്കീലിന്റെ വാദം കേട്ടാൽ തന്നെ ഇത് കളവാണെന്ന് ഇയാൾക്ക് വേണ്ടി മനഃപൂർവ്വം വാദിക്കാൻ വന്നിരിക്കാൻ തോന്നുന്നില്ലേ? ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് പ്രേമരാജൻ, ഞാൻ താങ്കൾക്ക് അവസരം നൽകാം. ശ്രീ K. സുരേന്ദ്രൻ, ഇതിൽ പ്രാഥമികമായ കാര്യം ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രേമരാജൻ താങ്കളിലേക്ക്. ശ്രീ K. സുരേന്ദ്രൻ, ഇതിൽ പ്രാഥമികമായിട്ടൊരു കാര്യം, ഈ 3 ദിവസം തല്ലും മാനസികമായിട്ടുള്ള പീഡനങ്ങളും ഏറ്റ ഒരാൾ സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ അദ്ദേഹം സംസാരിക്കുന്നത് എന്നൊരു സംശയമാണ് പ്രാഥമികമായത്. ഇതിപ്പോൾ പൂർണ്ണമായിട്ട് നല്ല ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവുമുള്ള ആളുകൾ ഒരു ഘട്ടമെത്തി ഇനി അങ്ങോട്ട് രക്ഷയില്ല എന്ന് വന്നാൽ പറയുന്നത് ഒരു പക്ഷേ സ്വാഭാവികമായ തോതിൽ തന്നെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് ഈ സംശയം പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നതാണ് എന്ന് വാദിക്കുകയൊന്നുമല്ല. പക്ഷേ എങ്കിൽ തന്നെയും ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഈ പറയുന്ന വലിയ മർദ്ദനം, മാനസികമായ പീഡനം ഒന്നും അനുഭവവേദ്യമാകുന്നില്ല കാഴ്ചക്കാർക്ക് എന്നൊരു പ്രശ്നമുണ്ട്. എങ്ങനെ അത് വിശദീകരിക്കും? സനീഷ്, ഇതിൽ 2 പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ഓഡിയോ ക്ലിപ്പിങ്ങിന്റെ കേസറ്റിന്റെ കാര്യവും ഒന്ന് വീഡിയോ കേസറ്റിന്റെ കാര്യവും തമ്മിൽ സമയത്തിന്റെ അന്തരമുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് അതെല്ലാം നടന്നത് അപ്പോഴാണെന്ന് പറയരുത്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ മൊഴി എടുപ്പിക്കുന്നത്?
ഈ മൊഴി എടുപ്പിക്കുന്നത് കുറേ ഭീഷണി, കുറേ പ്രലോഭനം, കുറേ അടി എല്ലാം നടത്തി നല്ല രീതിയിൽ പീഡിപ്പിച്ച് അവസാനം ഇയാൾ സമ്മതിക്കുകയാണ്. സമ്മതിച്ചതിന് ശേഷം ഇയാൾക്ക് ഡ്രിപ്പ് കൊടുക്കുന്നു, ഇയാൾക്ക് ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നു, ഇയാൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, അതിനുശേഷം നല്ല കുളിപ്പിച്ച് കുപ്പായ അടിക്കുന്നു. ഇത് സാമാന്യമായിട്ട് അറിയുന്നവർക്ക് അറിയില്ല. ഒരു പ്രത്യേക രീതിയിൽ ഇത് അഭിനയിപ്പിച്ച് എടുപ്പിക്കുകയാണ്. അല്ലാതെ അടിച്ച ഉടനെ ഇതിന് മുമ്പിൽ കൊണ്ടുവെക്കല്ല. അയാൾ സമ്മതിക്കപ്പെടുകയാണ്, ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്, ഞാൻ പറയാൻ റെഡി. ശരി, അങ്ങനെയാണല്ലോ പോലീസ് ചെയ്യുന്നത്. പറയാൻ തയ്യാറായി, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ റെഡിയാണെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഷർട്ട് നോക്കൂ, നല്ല പുതിയ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമല്ല. എല്ലാം സമ്മതിപ്പിച്ചതിന് ശേഷമാണ് മൊഴിയെടുക്കുന്നത്. അതിനു മുമ്പ് ഭക്ഷണം കൊടുക്കും, അതിനോടൊക്കെ ഡ്രിപ്പ് കൊടുക്കും, അയാളെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു, ഇയാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ അസ്വാഭാവികതയുള്ളത്? 48-72 മണിക്കൂർ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ അത്രയും നേരം അടിച്ചിട്ട് അടിച്ചപാട് കൊണ്ടൊന്നും മൊഴി എടുപ്പിക്കില്ലല്ലോ. അത് വളരെ വ്യക്തമായി മേക്കപ്പ് ചെയ്ത് സിനിമയിലൊക്കെ അഭിനയിപ്പിക്കുന്ന പോലെ ചെയ്യുന്നതാണ്. മിടുക്കന്മാരാണ് സദാനന്ദനും പ്രിൻസ് അബ്രഹാമും, അവർക്ക് അവാർഡ് കൊടുക്കേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇനി ഇതെല്ലാം സമ്മതിച്ചു എന്ന് വിചാരിക്കുക, അയാളുടെ മൊഴി തന്നെയാണ്, ആക്ച്വൽ മൊഴിയാണ്, വാദത്തിന് വേണ്ടി സമ്മതിച്ചു. എന്താ കാര്യമുള്ളത്? ഒരാള് കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ തിരുത്തിയാൽ പിന്നെ അതിനൊരു വിലയുമില്ല. അതുകൊണ്ട് കോടതിയിൽ പോയിട്ട് ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും പറയുന്ന മൊഴി അടിസ്ഥാനമാണ്. താങ്കളുടെ സഹായം ഇവിടെയാണ് ആവശ്യമുള്ളത്. ഇങ്ങനെ ഒരു മൊഴി വന്നിരിക്കുന്നു, ഇത് നിലനിൽക്കുന്ന മൊഴിയല്ലല്ലോ. ഈ CBIയിൽ കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാദം മുന്നോട്ട് വെക്കാമെന്നല്ലാതെ ഇങ്ങനെ ഒരു മൊഴി ജീവനോടെ ഇരിക്കുന്ന ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വന്ന് എന്നെ തല്ലി എടുത്തതാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതിനു മുമ്പ് മജിസ്ട്രേറ്റിന് ഇക്കാര്യം എന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് പരാതിയായി എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന രേഖ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ കൈവശമുള്ള സാഹചര്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾക്ക് ടെലിവിഷൻ ചർച്ചകൾക്കും രാഷ്ട്രീയമായുള്ള ചർച്ചകൾക്കും ഉതകും എന്നല്ലാതെ എന്ത് നിയമപരമായിട്ട് എന്ത് വാലിഡിറ്റിയാണുള്ളത്? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, താങ്കളോടായിരുന്നു എൻ്റെ ചോദ്യം. അതെ, തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഒരു പുതിയ കഥാപാത്രം രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അതാണ് സുബീഷിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ അദ്ദേഹം നിഷേധിക്കുന്നുമുണ്ട്. ഈ കഥകളൊക്കെ കെ സുരേന്ദ്രൻ ന്യായീകരിക്കുന്നു, കെ സുരേന്ദ്രൻ്റെ വിശദീകരണവുമുണ്ട്. നമ്മളൊക്കെ പലതരത്തിലുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നൽകുന്നു. പക്ഷേ ഇതൊന്നും കോടതിയിൽ പ്രസക്തമായ കാര്യങ്ങളല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുറ്റസമ്മത മൊഴി പോലും കോടതിയിൽ പ്രസക്തമല്ല, കോടതിയിൽ അത് സാധുവായ തെളിവല്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു കൊലപാതക കേസ്. ആ കൊലപാതക കേസിലെ പ്രതികൾ CPM-കാരാണ് എന്ന ധാരണയിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ആ വെളിപ്പെടുത്തൽ വന്നതോടെ പ്രോസിക്യൂഷൻ, അതായത് CBI തന്നെ, അവർ കോടതിയിൽ സമർപ്പിച്ച ആ കഥയുടെ തന്തു അത് ദുർബലമായിരിക്കുന്നു. ആ കഥയുമായി മുന്നോട്ട് പോയാൽ കേസ് എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ കേസിൽ മറ്റ് രാഷ്ട്രീയമെല്ലാം മാറ്റിവെക്കുകയാണ്. ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും കുറ്റം ചെയ്യാത്തവർ രക്ഷപ്പെടുകയും ചെയ്യണം എന്ന ഒരു നിലപാട് നമുക്കുള്ളത് കൊണ്ടാണ് ഈ കേസിലൊരു അന്വേഷണം നടക്കണം. ഇപ്പോൾ പറഞ്ഞു കേട്ട കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്വേഷണം ഉണ്ടാവണം. അതിനുള്ള നിയമപരമായ സാധുതയുണ്ട്, സാധ്യതയുണ്ട്, വ്യവസ്ഥയുണ്ട്. അത് ചെയ്യണം എന്ന് മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പക്ഷേ ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, പിന്നീട് CBI അന്വേഷിച്ച് ഇവിടം വരെ എത്തിയ ഒരു കേസ്, ആ കേസിൽ ഇക്കാര്യം കൂടെ പരിശോധിക്കണം, കൂടെ ചേർത്ത് പുനരന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ഈ കാരായി രാജനും ചന്ദ്രശേഖരനും അടക്കമുള്ള ആളുകൾ കോടതിയെ കാണുന്നു. ഈ രേഖകൾ, ഈ തെളിവുകൾ അങ്ങോട്ട് സമർപ്പിക്കുന്നു. 15-ാം തീയതി കോടതി വിധി പറയും. നോക്കൂ, ഇതുവരെ എത്തിയ ഒരു കേസിൽ, ഇങ്ങനെയായിട്ടുള്ളൊരു കേസിൽ CBI എതിർത്തു നിൽക്കെ ഇത് തെളിവായെടുത്ത് ഒരു പുനരന്വേഷണത്തിന് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെ പോകേണ്ടുന്ന കാര്യമുണ്ടോ? അത് കേസ് സംഭവം നടന്നു 11ാമത്തെ വർഷമാണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് വിചാരണയാണ്. ഈ ഘട്ടത്തിലാണ് പുതിയ ചില കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അത് CBI അങ്ങേയറ്റം നഖശിഖാന്തം CBI എതിർക്കുകയാണ്. അതുകൊണ്ട് CBI ഇത് സ്വമേധയാ ഏറ്റെടുത്ത് ഒരു പുനരന്വേഷണമോ അല്ലെങ്കിൽ തുടരന്വേഷണമോ നടത്തും എന്ന് കരുതാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അതുകൊണ്ട് നമുക്കിത് വിട്ടുകളയാൻ കഴിയുമോ? അവസാനിപ്പിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ആര് അന്വേഷണം, അപ്പോഴാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവേണ്ടത്. 15-ാം തീയതി കോടതിയുടെ ഉത്തരവ്, ആ ഉത്തരവ് നമ്മൾ ഈ ചർച്ചയിൽ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾക്ക് അനുയോജ്യമല്ല എങ്കിൽ ഹൈക്കോടതിയിൽ പോകേണ്ടി വരും. ഹൈക്കോടതി കാര്യം പറയട്ടെ. തീർച്ചയായും കോടതിയുടെ
നിർദ്ദേശത്തിന് വിധേയമായി കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഒരു തുടരന്വേഷണം ഈ കേസിൽ ഉണ്ടാവുകയുള്ളൂ. അതാണ് ശ്രീ സുരേന്ദ്രൻ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് പിന്നീട് പ്രലോഭനത്തിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത വിധം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു മൊഴി എടുത്തു എന്ന് വെച്ചാൽ അത് തല്ലിപ്പഴുപ്പിച്ച് ഇങ്ങനെ തല്ലിക്കൊണ്ട് അല്ല, അത് പ്രലോഭനത്തിലൂടെയും സ്നേഹത്തിലൂടെയും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് വലിയ കുഴപ്പം പുറത്ത് ഫീൽ ചെയ്യാത്ത വിധത്തിൽ വളരെ ഫ്ലോയിൽ അദ്ദേഹം പറയുന്നതായിട്ട് ഒരു മൊഴി ദൃശ്യവൽക്കരിക്കുന്നു, അത് ക്യാമറയിൽ പകർത്തുന്നു എന്നാണല്ലോ താങ്കൾ മുന്നോട്ട് വെച്ച വാദം. അതേ കാര്യം തിരിച്ചും ആലോചിക്കാവുന്നതല്ല. അതായത് പോലീസിന് നൽകിയ ആ മൊഴിയാണ് വസ്തുത. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം 10 വർഷമായിട്ട് RSS പ്രവർത്തകനാണ്, RSSനോട് രാഷ്ട്രീയമായിട്ട് ചായ്വുള്ള ആളാണ്, രാഷ്ട്രീയമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. ആദ്യം ഭീഷണി, പിന്നീട് പ്രലോഭനം, പിന്നീട് സ്നേഹത്തോടെ നയപരമായിട്ട് ഇത് നീ തിരുത്തണം എന്ന് ആവശ്യപ്പെടൽ. ഈ പോലീസ് ചെയ്തു എന്ന് താങ്കൾ പറയുന്ന കാര്യം RSS എന്ന സംഘടന പുറത്തിറങ്ങിയപ്പോൾ ചെയ്തതാണെങ്കിലോ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനവും നിഷേധവുമാണ് ഈ പറയുന്ന കള്ളം. യഥാർത്ഥ സത്യം അദ്ദേഹം അവിടെ പറഞ്ഞതാണെങ്കിലോ? സനീഷ, ഇന്നിപ്പോ നമ്മൾ കണ്ടതല്ലേ RSS ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാൾ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തതെങ്കിൽ നിങ്ങൾ പറയിപ്പിക്കേ. സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞത് ഞാൻ കേട്ടില്ല, നിർഭാഗ്യവശാൽ സാങ്കേതിക തകരാറ് കൊണ്ട്. ഒരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ സുബീഷിനെ കൊണ്ട് പറയിപ്പിക്കേ. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത, നിങ്ങൾ ഈ CD-യിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പോലീസ് കൊണ്ടുവരുന്ന ഒരു CD സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ തെളിവുകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഏതോ മതിലിന്റെ മുകളിൽ നിന്ന് ചാരി നിന്ന് ഞാൻ അയാളെ വെട്ടി എന്ന് പറയുന്നത്? എന്താ ഇതിൽ തെളിവുള്ളത്? ഇതിന് എന്തെല്ലാം വേണം? ഈ രാജ്യത്ത് തെളിവെടുപ്പ് നിയമമില്ലേ, തെളിവ് നിയമമില്ലേ? ആ നിയമത്തിന്റെ ബാലപാഠം അറിയുന്നവർ ഇത് പറയോ? ഇതിന് ഉപോത്ഫലകമായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇത്ര വലിയ പറയുന്ന ആളുകൾ ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ രജീഷ് പറഞ്ഞിരുന്നു, ജയകൃഷ്ണ മാഷെ ഞാനാണ് ആദ്യം വെട്ടിയത്. എന്തായി അന്വേഷണം? ആരെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായോ? അദ്ദേഹം 5 കൊലക്കേസുകൾ വേറെ പറഞ്ഞിരുന്നു, അന്വേഷണം ഉണ്ടായോ? ഇതിനു മുമ്പ് കേരളത്തിൽ ഇതുപോലെ ഈ വെളിപ്പെടുത്തലുകളോട് പറഞ്ഞു. ഇന്നിപ്പോ ആരോ പറയുന്നിട്ട് പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കണം. ഇതല്ലേ ജയരാജനോട് മറ്റേ കേസിൽ പറഞ്ഞത്? മനോജിന്റെ കേസിലും ചന്ദ്രശേഖരന്റെ കേസിലും ജയരാജനോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഞാനില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ തോന്നിയ ഉപയോഗിച്ച് അവിടെ ഒരു പ്രശ്നം. ഈ പോളിഗ്രാഫ് ടെസ്റ്റിൽ ഞാനില്ല എന്ന് പറഞ്ഞാണ് ജയരാജൻ ഒഴിഞ്ഞു മാറിയതെങ്കിൽ ഇവിടെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കാരായി രാജൻ പറയുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ജയകൃഷ്ണൻ വധക്കേസിലെ വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട് ശിക്ഷയും കഴിഞ്ഞ ആളുകൾ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ ഒരു 5% സാധ്യത ഉണ്ട് എന്ന് കരുതുക. നിരപരാധികളായുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. വിചാരണയിൽ ആ ഘട്ടത്തിൽ ഇടപെടുന്നത് 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന പരമമായിട്ടുള്ള നീതിന്യായ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ കൂടെ അന്വേഷണം പോകണം എന്ന് വരികയല്ലേ? ജയകൃഷ്ണൻ വധക്കേസിൽ അക്കാര്യം ഉണ്ടായിരുന്നില്ല. സനീഷെ, മതിലകത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. മതിലകത്ത് ഒരു RSS പ്രവർത്തകൻ താമി കൊല ചെയ്യപ്പെട്ട കേസിൽ CPM-കാരായിരുന്നു ആദ്യം പ്രതികൾ. കേരള പോലീസ് അന്വേഷിച്ചു, പിന്നീട് SDPI-ക്കാരെ പ്രതി ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജയകൃഷ്ണൻ കേസിലെ ഈ പുതിയ പ്രതികളെ ചേർക്കാതിരുന്നത്? ഇവിടെയുള്ള പ്രശ്നം CBI ഏറ്റെടുത്ത ഒരു കേസിൽ കേരള പോലീസ് എങ്ങനെയാണ് തെളിവുകൾ കണ്ടെത്തുക? ഞാൻ ചോദിക്കട്ടെ, ഈ വിവരം അറിഞ്ഞാൽ CBI എന്തുകൊണ്ട് സഹകരിപ്പിച്ചില്ല? സദാനന്ദനും അതുപോലെ തന്നെ പ്രിൻസ് എബ്രഹാമും ഇങ്ങനെ ഒരു മൊഴിയുണ്ടെങ്കിൽ ഇതിന്റെ തെളിവെടുപ്പ് സന്ദർഭത്തിൽ CBI എന്തുകൊണ്ട് സഹകരിപ്പിച്ചില്ല? ഇവര് CD എടുക്കാൻ ഇവരോട് ആര് പറഞ്ഞു? ഇവർക്ക് ഈ കേസ് അന്വേഷിക്കാൻ എന്താ ചുമതല ഉണ്ടായിരുന്നത്? ഇവരിങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള CD തയ്യാറാക്കി കൊടുക്കാൻ ആരാണ് സദാനന്ദനോടും പ്രിൻസിനോടും പറഞ്ഞത്? ഇവിടെ 5 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ കേസ് CBI അന്വേഷിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് കൈമാറിയില്ല? അവരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരെന്തുകൊണ്ട് സഹകരിപ്പിച്ചില്ല? അവിടെയാണ് രാഷ്ട്രീയം, ജയരാജന്റെ രാഷ്ട്രീയം, CPM-ന്റെ രാഷ്ട്രീയം. അത് നടക്കില്ല. അതാണ് ശ്രീ ആനന്ദവട്ടമാനന്ദൻ പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രിൻസ് എബ്രഹാമും സദാനന്ദനുമാണ് ഇത് അടിച്ച് മൊഴിയെടുപ്പിച്ചത് എന്ന് BJP നേതാക്കളും ഈ സുബീഷും പറഞ്ഞ കാര്യം മാത്രമേ നമുക്കുള്ളൂ. ആ 2 ഉദ്യോഗസ്ഥർ ഏത് നിലക്കുള്ള ആളുകളാണെന്ന് വിലയിരുത്തുക നമ്മുടെ കാര്യമേ അല്ല. പക്ഷേ എങ്കിൽ തന്നെയും ഇവരോട് ആരാണ് ഇക്കാര്യം പറഞ്ഞത് എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇവരാണോ ചെയ്തതെന്ന് നമുക്കറിയില്ലെങ്കിൽ തന്നെയും എന്തിനാണ് മറ്റൊരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു കൃത്യം തെളിവെടുപ്പ് ഇങ്ങനെ നടന്നു വന്നത്? ഇങ്ങനെയുള്ള കാര്യം ഈ പറയുന്ന ദൃശ്യങ്ങളായി പകർത്തിവെക്കാൻ എന്തായിരുന്നു ഈ താല്പര്യം എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടേ ശ്രീ ആനന്ദവട്ടമാനന്ദൻ? ഇതെല്ലാം UDF ഗവൺമെൻറ് കാലത്താണല്ലോ ഈ ഫേസ്യം ചെയ്യലും ഇതൊക്കെ നടന്നതെന്ന് പറയുന്നത്. അന്ന് UDF ഗവൺമെൻറ് പോലീസായിരുന്നല്ലോ ഇവർ.
അന്ന് ഇത് അവരെടുത്തിട്ട് ഹാജരാക്കാതിരുന്ന എന്താണെന്നൊക്കെ കോടതിയിൽ അവർ പറയണം. പിന്നെ മറ്റൊരു കാര്യം, CBIക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ, ഇങ്ങനെ നമ്മളെടുത്ത തെളിവെടുത്തതിന് ശേഷം ഇങ്ങനൊരു CBI വന്നിരിക്കുന്നു, തെളിവ് വന്നിരിക്കുന്നു, അത് ഹാജരാക്കണമെന്ന് പറയാമല്ലോ. ഞങ്ങളിവിടെ ജയരാജനും CPM പറഞ്ഞത് ഇത്തരത്തിലൊരു തെളിവ് വന്നിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അന്വേഷണം നടത്തണം. നേരത്തെ മിസ്റ്റർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ അന്വേഷണം നടത്തി അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉത്തരവ് കൊടുക്കുന്നത് ആവശ്യപ്പെടുന്നത്. കോടതി വിടുകയോ തള്ളുകയോ ചെയ്യട്ടെ, തള്ളുകയോ കൊള്ളുകയോ ചെയ്യട്ടെ. എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? CBIക്കും ആവശ്യപ്പെടാം, ഈ തെളിവുകൾ ജനുവിനാണോ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണോ? അവർ തയ്യാറാകുമോ? തയ്യാറാകണം. അവരന്വേഷിച്ച കേസിൻ്റെ മേലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക, അല്ലാതെ ഈ അന്വേഷണത്തിന് എന്തിന് ഭയപ്പെടണം? കൃത്രിമമായി ഉണ്ടാക്കിയെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവട്ടെ. അതല്ലേ ജനുവിനായ നിലപാട്? അല്ല, അന്വേഷണം വേറെ നടത്തേണ്ടതാണ് ശ്രീ ആനത്തലവട്ടം. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. അന്വേഷണമൊക്കെ കഴിഞ്ഞ് കോടതിയിലെത്തി. അവിടെ ചെന്ന് ഇങ്ങനെയൊരു ഇതുവരെ ഇല്ലാതിരുന്നൊരു ദൃശ്യങ്ങൾ തെളിവായിട്ട് അങ്ങോട്ട് നൽകിയാൽ അവർ സ്വീകരിക്കണമെന്ന് വാശി പിടിക്കാനാവുകയില്ലല്ലോ. ഇത് നിലനിൽക്കുന്നതല്ല നിയമപരമായിട്ട് എന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നതല്ലേ വസ്തുത? ഞങ്ങൾ വാശി പിടിക്കുന്നില്ലല്ലോ. കോടതി തള്ളുക കൊള്ളുകയായിട്ട്. ഞാൻ ചോദിക്കട്ടെ, വർഗീസ് വധക്കേസ്, ആ വധക്കേസ് തള്ളിയല്ലോ, ഇന്നാര് അവർക്ക് പങ്കില്ല എന്ന് പറഞ്ഞ അവസാനം ഒരാൾ വന്ന് നർസാക്ഷിയായ ഒരാൾ 25 വർഷത്തിന് ശേഷമാണ് വരുന്നത്. വന്ന് പറഞ്ഞു, ഇല്ല എൻ്റെ സാന്നിധ്യത്തിലാണ് കൊന്നതെന്ന് പറഞ്ഞു ഇന്നാര്. അപ്പം അതിനുശേഷം പിന്നെ കോടതി എടുക്കേണ്ടി വന്നില്ലേ? അഡ്വക്കേറ്റ് പ്രേമരാജൻ, താങ്കളുടെ കക്ഷി ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശാരീരിക നില ഈ പറയുന്ന പീഡനം നേരിട്ടതുപോലെയല്ല എന്ന്. അതിന് ശ്രീ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യാഖ്യാനം നൽകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല അത് എന്ന് പറയുന്നത് തീർത്തും വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ ടെലിവിഷനിൽ കണ്ട അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കണ്ട ശബ്ദം, സംസാരം എങ്ങനെയാണോ അതേ തരത്തിൽ ഈ ആക്ഷനെ പറ്റി പറയുമ്പോൾ നല്ല ആവേശത്തോടു കൂടി അതേ ശബ്ദത്തിൽ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. രണ്ട് കാര്യത്താൽ അദ്ദേഹത്തിന് മേലുള്ള സംശയം നീങ്ങുന്നില്ല. ഒപ്പം മൂന്നാമതും നാലാമതുമായിട്ട് ഇതെവിടെയെങ്കിലും ഉള്ളതല്ല, ഈ ആൾക്കാരുമായി സംസാരിച്ചിട്ട് പലയിടങ്ങളിലായി വന്ന മൊഴികളെന്ന് CPMകാർ പറയുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട. എങ്കിൽ തന്നെയും ഷിനോജിൻ്റെ ഫോൺ സംഭാഷണം, ഈ പറയുന്ന പ്രമീഷ്, പ്രബീഷ്, ഷിനോജ്, സുബീഷ്, 4 അംഗമാണല്ലോ ഈ പറയുന്നത്. 4 ഒരാളായിട്ടുള്ള ഷിനോജ് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു CPMകാരനുമായിട്ടൊരു ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ട് എന്ന് CPM നേതാക്കൾ പലയിടങ്ങളിൽ വാർത്താ സമ്മേളനത്തിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ദേശാഭിമാനം എന്ന ലേഖനത്തിലും അക്കാര്യമുണ്ട്. അത് ഈ സംഭാഷണത്തിൽ സുബീഷിൻ്റെ തലയിൽ ഒരു കേസേ ഉള്ളൂ, എൻ്റെ തലയിൽ 4 എണ്ണമുണ്ട്. അതിലൊന്ന് ഈ ഫസൽ കേസാണ് എന്ന് പറയുന്നുണ്ട് അത്രേ. രണ്ടാമത്തേത് ഈ ഫസലിൻ്റെ ബന്ധു, അദ്ദേഹത്തിൻ്റെ കസിനോ മറ്റോ ഒരു അജിനാസിൻ്റെ മൊഴി പോലീസിന് മുമ്പാകെയുണ്ട്. RSSകാർ ഫസലിക്കെയും എന്നെയും കാണുമ്പോൾ വാള് ഉയർത്തിപ്പിടിച്ചിട്ട് ഈ പെരുന്നാളിനപ്പുറത്തേക്ക് തന്നെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞതായിട്ട് ഈ അജിനാസിൻ്റെ മൊഴിയുണ്ട് എന്ന് പറയുന്നു. ഈ അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും അങ്ങോട്ട് വെക്കാനില്ല. എങ്കിൽ തന്നെയും ഈ കാര്യങ്ങൾ CPMകാർ പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളൊന്നാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ നിഷേധമല്ല, ഇന്നലത്തെ ഏറ്റെടുത്ത മൊഴിയാണ് ശരി എന്ന തോന്നലുണ്ടാക്കാൻ നിരവധിയായുള്ള കാരണങ്ങളുണ്ടല്ലോ. ഒരിക്കലുമല്ല സനീഷ്. കാരണം ഈ 2016 സുബീഷിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ 1 മാസം മുമ്പ് തന്നെ പള്ളൂർ പോലീസിൽ സുബീഷ് ഒരു പരാതി നൽകുന്നുണ്ട്. അവിടുത്തെ പള്ളൂർ പോലീസിൽ പള്ളൂർ മാഹി ബ്രാഞ്ച് സെക്രട്ടറി സാദിഖ് മഞ്ചക്കലിനും മറ്റുമെതിരെ സുബീഷ് ഒരു പരാതി പള്ളൂർ പോലീസിൽ നൽകുകയും അത് ക്രൈം നമ്പർ 101/2016 ആയിട്ട് മാഹി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് 1 മാസത്തിന് ശേഷമാണ് സുബീഷിനെ ഈ 17, 11, 16 തീയതി തലശ്ശേരി കണ്ണൂർ DYSPമാരുടെ നേതൃത്വത്തിൽ പിടിച്ചു കൊണ്ടുപോകുന്നതും പിന്നീട് പടുവിലായി മോഹനൻ വധക്കേസിൽ നിസ്സാര കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുന്നതും. അതിന്റെ അർത്ഥം വളരെ മുമ്പ് തന്നെ സോഫ്റ്റ് മീഡിയയിലും മാധ്യമങ്ങളിലും കൂടി ഇവർ ഈ തെളിവുകൾ ഉണ്ടാക്കാനും ഇവർക്കെതിരെ പ്രചരിപ്പിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ അത് വരുത്തി തീർക്കാനും ഈ ഫസൽ വധം നടത്തിയത് RSSകാരാണ്, സുബീഷ് അടക്കമുള്ളവരാണെന്ന് വരുത്തി തീർക്കാനും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മുമ്പേ ഉണ്ട് എന്ന് പറയുന്ന CD 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കൂ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം. DYSP സദാനന്ദനാണെങ്കിൽ അദ്ദേഹം ഒരു ക്രിമിനൽ കേസിൽ 6 മാസം ശിക്ഷിക്കപ്പെട്ടയാളാണ്. 1999 തളിപ്പറമ്പ് SI ആയിരിക്കെ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ മർദ്ദിച്ച കേസിൽ അദ്ദേഹത്തിനെ 6 മാസം തളിപ്പറമ്പ് കോടതി കഴിഞ്ഞ ആഗസ്റ്റിൽ ശിക്ഷിച്ചതാണ്.
ആ ശിക്ഷിക്കപ്പെട്ട ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. അതുപോലെ പ്രിൻസ് എബ്രഹാം, അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്ഷേപം രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. താങ്കൾ ഈ ലീഗലി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് വരേണ്ടതല്ല. അവരുടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പല രീതിയിൽ പറയാം. പക്ഷേ സംശയത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു ചോദ്യം കൂടെ ഉന്നയിക്കുകയാണെങ്കിൽ എനിക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം കൂടെയുണ്ട്. ഒന്ന്, ഇദ്ദേഹം നടത്തുന്ന ഈ RSS പ്രവർത്തകനോട്, RSS നേതാവിനോട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഫോൺ സംഭാഷണത്തിൽ ഷിനോജാണ് വണ്ടി ഓടിച്ചത്, ഞാൻ ചാടിയിറങ്ങി തുള്ളി വെട്ടി എന്ന് നല്ല അഭിമാനത്തോടെ പറയുന്നുണ്ട്. പോലീസിന് നൽകിയിരിക്കുന്ന ഇന്നലെ കണ്ട മൊഴിയിലാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാനാണ് വണ്ടി ഓടിച്ചത്, മറ്റു 3 പേരും ചേർന്ന് വെട്ടുകയായിരുന്നു എന്നാണ്. ഇതിൽ നിന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തോന്നുന്ന ഒരു കാര്യം, പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് എനിക്കെന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ രക്ഷപ്പെടാനാകണം, അതുകൊണ്ട് ഞാൻ വെട്ടിയിട്ടേ ഇല്ല. ആ മൊഴിക്കകത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ വെട്ടിയിട്ടേ ഇല്ല, ബൈക്ക് ഓടിച്ചങ്ങോട്ട് ചെന്ന് ഇവരെല്ലാം തുള്ളി ഇറങ്ങി വെട്ടുകയായിരുന്നു, അപ്പോഴത്തേക്ക് വണ്ടി മറിഞ്ഞു വീണു, ഞാൻ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു, പിന്നീട് പെട്ടെന്ന് ഞാൻ ഓടിച്ചു പോരുകയും വേണ്ടിയിരുന്നില്ല എന്ന് പറയുകയും ചെയ്തു എന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ്, സുബീഷിനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് സുബീഷ് പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ RSS നേതാവിനോടാകുമ്പോൾ ഞാൻ ആണ് ചെയ്തത് എന്ന അഭിമാനത്തോടെ പറയുന്നു. എന്തുകൊണ്ടാകണം ഇത് രണ്ട് ഇങ്ങനെ വൈരുദ്ധ്യം വന്നത് എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പങ്കുണ്ടായേക്കാമല്ലോ. രണ്ടിടത്ത് 2 തരത്തിലുള്ള സംഭാഷണം നടത്തിയാലാണ് അദ്ദേഹത്തിന് ഗുണകരമാവുക എന്ന തോന്നലുള്ളത് കൊണ്ട് പറഞ്ഞതല്ലേ എന്നുകൂടെ സംശയിക്കാവുന്നതുണ്ട്. ഇതൊക്കെ സംശയങ്ങളാണ്, മറ്റു തരത്തിലാണ് തെളിയിക്കപ്പെടേണ്ടത്. എങ്കിലും ആ സംശയത്തിനുള്ള മറുപടി എന്താണ്? നോക്കൂ, നിങ്ങൾ RSS നേതാവിനോടാണ് സുബീഷ് സംസാരിച്ചത് എന്ന് പറഞ്ഞു. ഏതാണ് RSS നേതാവ്? എന്തുകൊണ്ടാണ് പോലീസ് അത് വെളിപ്പെടുത്താത്തത്? ഇതുവരെ RSS നേതാവിന്റെ ശബ്ദം നിങ്ങൾ കേട്ടോ? ആ ടെലിഫോൺ ക്ലിപ്പിംഗ്സിൽ എവിടെയെങ്കിലും നിങ്ങൾ RSS നേതാവിന്റെ ശബ്ദം കേട്ടോ? അയാൾ ഞരങ്ങുകയും എന്ന് പറയുന്നതല്ലാതെ വേറെ എന്താണ് നിങ്ങൾ കേട്ടത് സനീഷ്? നോക്കൂ, അതിന്റെ തന്നെ അർത്ഥം എന്താണ്? ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ രണ്ടാമത് നിങ്ങൾ തന്നെ പറഞ്ഞു ഇതിൽ രണ്ടും വ്യത്യാസമുണ്ട്. ഒന്നിൽ സുബീഷ് വേറെ രീതിയിൽ പറയുന്നു, ഇതിൽ വേറെ രീതിയിൽ പറയുന്നു. അതിന്റെ തന്നെ അർത്ഥം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണിയും പ്രലോഭനവും മാനസിക പീഡനവും സുബീഷിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് 6/12/2016 തീയതി ഇദ്ദേഹത്തിന് കസ്റ്റഡിയിൽ നിന്നും, പ്രിൻസ് എബ്രഹാമിന്റെ കസ്റ്റഡി 6 ദിവസത്തെ കസ്റ്റഡിയിൽ നിന്നും തിരികെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുമ്പോൾ ഇദ്ദേഹം നൽകിയ മൊഴി. ആ മൊഴിയിൽ ഇദ്ദേഹം പറഞ്ഞു, അന്ന് അടിച്ചു എന്ന പരാതി പിൻവലിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും കേസിൽ ചേർക്കും, ബെയിൽ തരില്ല. വക്കീൽ പറഞ്ഞിട്ടാണ് പരാതി എഴുതി നൽകിയതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. നോക്കൂ, ഇതാണ് ആ പരാതി. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പി ജയരാജൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ടെലിഫോണിലാണ്. ശ്രീ പി ജയരാജൻ, നിങ്ങൾ ഉണ്ടാക്കിയൊരു തിരക്കഥ പൊളിഞ്ഞു വീഴുന്നു, ഞങ്ങൾക്ക് അതിനെ പൊളിച്ചു വീഴ്ത്താൻ ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം ഉണ്ട്, നേരത്തെ തന്നെ കൊടുത്ത പരാതികളടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നാണല്ലോ BJP പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് നിങ്ങളുടെ നേതാക്കളെ രക്ഷിക്കാൻ വ്യാജമായിട്ട് ഉണ്ടാക്കിയ തെളിവുകളാണോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒന്നാമതായിട്ട് നുണ പ്രചരിപ്പിക്കാൻ RSSന് നല്ല മീവഴക്കമുണ്ട്. അതാണ് BJPയുടെ വക്കീലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നവംബർ 19-ാം തീയതി സുബീഷിന്റെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ അവസരത്തിൽ താങ്കൾക്ക് വല്ല പരാതിയും ഉണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചതിന് സുബീഷ് നൽകിയ മൊഴി കൃത്യമായിട്ട് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 2 തനിക്ക് ദേഹോപദ്രവമൊന്നും ഏറ്റിട്ടില്ല എന്ന് കൃത്യമായിട്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോ ലഭ്യമാണ്. അത് കോടതി രേഖ മാത്രമല്ല, ഇപ്പോ ആ രേഖ പുറത്തു വന്നിട്ടുണ്ട്. ആ രേഖ എടുത്തുകൊണ്ടാണല്ലോ ശ്രീ പി ജയരാജൻ അദ്ദേഹം അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്. ആ രേഖ എടുത്ത് കൈവശം വെച്ചുകൊണ്ടാണല്ലോ ശ്രീ പി ജയരാജൻ, അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നു ഞങ്ങളിതാ പോലീസിന് മജിസ്ട്രേറ്റിന് കൊടുത്തിരുന്നു ഇത് എന്ന് അദ്ദേഹം ആ രേഖ ഉയർത്തി കാണിക്കുകയാണല്ലോ. താങ്കൾ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആര് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ. അഭിഭാഷകൻ പലതും പറയുമല്ലോ. അഭിഭാഷകൻ BJPക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനാണല്ലോ. അഭിഭാഷകൻ ഒരു ജഡ്ജിയല്ലല്ലോ. അഭിഭാഷകൻ സുബീഷിന് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. ഈ കേസിൽ സുബീഷിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ജില്ലയിലെ RSSന്റെ നേതാക്കന്മാർ, അന്നത്തെ ഇരിങ്ങാലക്കുടക്കാരൻ പ്രചാരകനടക്കം ഈ ഫസൽ കേസിൽ പ്രതി ചേർക്കപ്പെടും. അപ്പോൾ നേതാക്കന്മാർ തന്നെ പ്രതി ചേർക്കപ്പെടും എന്നുള്ള ഭയപ്പാടിൽ നിന്ന് ഏത് നിലക്കും സുബീഷിനെ സ്വാധീനിച്ചുകൊണ്ട്, സുബീഷിനെയാണ് RSSകാരാണ് യഥാർത്ഥത്തിൽ സ്വാധീനിച്ചത്. കാരണം നേതാക്കന്മാർ തന്നെ പ്രതിയാവാൻ വേണ്ടി പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വാദമാണ് വക്കീൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വക്കീലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സുധീഷിന്റെ കുറ്റസമ്മത മൊഴിയിൽ ഫസലിന്റെ സംഭവത്തിലെ പങ്കാളിത്തം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള G. പവിത്രനെ കൊലപ്പെടുത്തിയ സംഭവത്തിലും താൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു
ഞാൻ തലശ്ശേരിയിൽ നിന്ന് ജീപ്പ് ഓടിച്ചാണ് പോയത്. പവിത്രൻ എന്ന് പറയുന്ന അവിടുത്തെ ജനപ്രതിനിധി നടന്നു പോകുന്ന അവസരത്തിൽ എന്റെ ജീപ്പ് തട്ടിയിട്ട് ആണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നെല്ലാം മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് കേരള പോലീസ് അന്വേഷിക്കുന്നത്. കേരള പോലീസ് ഈ പുതിയ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനപ്പെടുത്തി സുബീഷിന്റെ രേഖപ്പെടുത്തപ്പെട്ട മൊഴിയടക്കം കോടതിയിൽ കൊടുത്തുകൊണ്ട് കോടതി ഇപ്പോ ആവശ്യപ്പെട്ടല്ലോ തുടരന്വേഷണം നടത്താൻ കേരള പോലീസിന് അനുമതി. ഈ പവിത്രൻ കേസിൽ സുബീഷിന്റെ ഇതേ കുറ്റസമ്മത മൊഴിയിലെ ഒരു ഭാഗം വെച്ച് കേരള പോലീസ് കോടതിയുടെ അനുമതിയോടുകൂടി തുടരന്വേഷണം നടത്തുന്നു. അതിന്റെ മറ്റൊരു ഭാഗത്താണ് CBI എന്ന അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന ഫസൽ കേസ് ഉള്ളത്. ആ കേസിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാണ് അവിടെയാണ് ചോദ്യം. CBI തയ്യാറാവുന്നില്ല, എന്തുകൊണ്ട് CBI തയ്യാറാവുന്നില്ല എന്നാണ് നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ. അതാണ് ശ്രീ പി ജയരാജൻ അങ്ങനെ ചോദിക്കാമായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് ശ്രീ കെ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത്, ഈ കുറ്റസമ്മത മൊഴിക്ക് കുറ്റസമ്മത മൊഴി എന്ന് വിളിക്കുന്നു, ആ മൊഴിക്ക് പോലീസ് ഭീഷണിപ്പെടുത്തിയെടുത്ത ഈ മൊഴിക്ക് എന്ത് സാധുതയാണ് നിയമപരമായിട്ടുള്ളത്? അത് അദ്ദേഹം തന്നെ വന്ന് ആൾ നേരിട്ട് വന്ന് നിഷേധിക്കുകയാണ്. എനിക്ക് പോലീസിന്റെ മർദ്ദനമേറ്റു, പോലീസ് പ്രലോഭിപ്പിച്ചു, അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പിന്നെ ലീഗലി നിയമപരമായിട്ട് എങ്ങനെ നിലനിൽക്കുമെന്നാണത്? നിങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥർ, 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് നിങ്ങളുടെ നേതാക്കളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്നാണല്ലോ അവർ പറയുന്നത്. ഇവിടെ നിയമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. നിയമത്തിന്റെ കാര്യം എടുത്താൽ അതാണ് ഞാൻ നിയമത്തിന്റെ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഒരു കുറ്റസമ്മത മൊഴിയിൽ 2 കൊലപാതക കേസിൽ കൊലപാതകത്തിൽ താൻ ഉൾപ്പെട്ടതായിട്ട് ഒരു പ്രതി ഒരാള് മൊഴി കൊടുക്കുന്നു. അത് ഒരു ഭാഗം കേരള പോലീസ് വിശ്വാസത്തിലെടുത്തുകൊണ്ട് RSSകാര് തന്നെ പ്രതികളായിട്ട് ചേർക്കപ്പെട്ട ഒരു കേസിൽ അതിൽ ചിലര് തന്നെ നിരപരാധികളായിട്ട് വിട്ടയക്കപ്പെടുമോ എന്ന് അനുമാനിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സുബീഷിന്റെ കുറ്റസമ്മത മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരള പോലീസ് മുന്നോട്ട് പോകുന്നു. അതേസമയം CBI എന്ന അന്വേഷണ ഏജൻസി അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല. ആർക്കു വേണ്ടി? ഈ RSS നേതാക്കന്മാർ. അതാണ് പ്രശ്നം. ശ്രീ സുരേന്ദ്രൻ, അദ്ദേഹം പറയുന്നത് 2 കേസുകളുണ്ട്. അതിൽ ഒരു കേസ് അദ്ദേഹം പറയുന്നതിന് വിശ്വാസത്തിലെടുത്തിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ കേസ് മാത്രം തള്ളിക്കളയാൻ എന്താണുള്ളത്? ഇങ്ങനെ ഒരു സംഗതി വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ പുനരന്വേഷണം വേണം എന്ന ആവശ്യം നിലനിൽക്കുകയില്ലേ എന്നാണ്. അവിടെയാണ് എൻ്റെ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ജയരാജനോട് ഉള്ളത്. കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഈ സുപ്രധാനമായിട്ടുള്ള തെളിവ് എന്തുകൊണ്ട് മിസ്റ്റർ ജയരാജൻ താങ്കൾ ഇത് കയ്യിൽ വെച്ചു? ആ സമയത്ത് ഇത് എന്തുകൊണ്ട് CBI കൊടുക്കാൻ തയ്യാറായില്ല? ഇപ്പോൾ നിങ്ങളെ ഗവൺമെന്റ് വന്ന് കേരള പോലീസിനെ കൊണ്ട് മറ്റേ കേസ് ചെയ്യിച്ചതുപോലെ CBIയെ കൊണ്ടും ഈ കേസ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ചെയ്യിക്കാൻ നിങ്ങൾ നടത്തുന്നു. അവിടെയാണ് രാഷ്ട്രീയം. ഞാൻ പറഞ്ഞത് നിങ്ങൾ എനിക്കുള്ള സംശയം ശ്രീ സുരേന്ദ്രൻ, അവരിപ്പോഴാണ് ഇത് കൊണ്ടുവന്നത് എന്ന് താങ്കൾ പറയുമ്പോൾ അതിനകത്ത് എനിക്ക് വരുന്നൊരു സംശയം, 2015 ദേശാഭിമാനി ഈ വിവരങ്ങളെല്ലാം വെച്ച് ലേഖനം എഴുതിയെന്നാണല്ലോ വാർത്താ സമ്മേളനത്തിൽ ഇവരിരുവരും പറഞ്ഞത്, അഭിഭാഷകനും സുബീഷും പറഞ്ഞത്. അപ്പോൾ 2 വർഷം മുമ്പേ തന്നെ അവരെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നത് നമ്മുടെ ടെലിവിഷൻ ചാനലുകൾക്കകത്ത് ഈ വിഷ്വൽ വന്നു എന്നത് മാത്രമാണ് പുതിയതായി സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? ഇല്ലല്ല, അല്ലല്ല, ഇങ്ങനെ ഒരു ഓഡിയോ ടാപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നേരത്തെ വന്നത്. ഈ വിഷ്വൽ നിങ്ങൾ ഇന്നലെ ബ്രേക്കിംഗ് ആയിട്ട് എല്ലാ ചാനലുകളും കാണിച്ചതല്ലേ? എത്ര കാലത്തെ പഴക്കമുണ്ട് ഈ CD-ക്ക്? എന്തുകൊണ്ട് ഈ CD ഇപ്പോൾ വന്നു? എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ CD കൊടുത്തില്ല? എന്തുകൊണ്ട് ആ വഴിക്ക് ഒരു വ്യക്തമായിട്ടുള്ള തെളിവ് കൊടുക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ ഉപയോഗിച്ചില്ല? എന്താണ് CPM നേതാക്കന്മാരെ ഇത് കൊണ്ടുകൊടുത്തത്? ഈ കേസ് നടത്തുന്നത് ആരാണ്? ഫസലിന്റെ പാർട്ടിക്കാര്, ഫസലിന്റെ ഭാര്യ കോടതിയിൽ പോയിട്ടാണ്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് രാജിവെച്ച് വന്ന ഈ നേതാവിനെ കൊണ്ട്, അനിയനെ കൊണ്ട്, ഏട്ടനെ കൊണ്ട് എന്താ ഇത് കൊടുപ്പിച്ചത്? എല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. പ്രസക്തമായ ചോദ്യങ്ങളാണോ അത്? രാജനെയും ചന്ദ്രശേഖരനെയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കളിയാണ്. ആ കളി നടക്കില്ല. ഇവിടെ RSSകാര് നടത്തിയിട്ട ഒരു കൊലപാതകം അതിന്റെ യഥാർത്ഥ പ്രതികൾ തന്നെ തങ്ങൾ നടത്തിയ കൊലപാതകമാണ്. 1 അല്ല 2 കൊലപാതകം ഞങ്ങൾ പങ്കാളിയായി നടത്തിയിട്ടുണ്ട് എന്ന മൊഴിയാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. അത് ഞങ്ങളുടെ കോടതിക്ക് മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇവിടെ CBI എന്ന അന്വേഷണ ഏജൻസിയെ കുറിച്ച് സുപ്രീം കോടതി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് കൂട്ടിലിട്ട തത്തിയായിട്ട് പലപ്പോഴും മാറുന്നു. അതേപോലെ BJP ആണ് ഇപ്പൊ കൂട്ടിലിട്ട തത്തിയായിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം പ്രസക്തമാണ് ശ്രീ പി ജയരാജൻ. എന്തുകൊണ്ടെന്നാൽ അവിടെ ഈ ചോദ്യം പ്രസക്തമാവുന്നത് എന്തുകൊണ്ട് നേരത്തെ ഇത് വന്നില്ല? ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരാണ് ഭരിക്കുന്നത്. ആ ഘട്ടത്തിൽ മാത്രം ഇത് പുറത്തു വന്ന എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? അത് സനീഷിന്റെ വാദം തെറ്റാണ്. കാരണം ഈ പറയുന്ന സുബീഷിന്റെ പോലീസിന്റെ മുമ്പാകെ മൊഴി വന്നത് LDF ഭരണകാലത്താണെങ്കിലും 2 വർഷം മുമ്പ് ഇതേ സുബീഷ് മറ്റൊരാളുമായിട്ടുള്ള
ഫോൺ സംഭാഷണത്തിൽ താൻ ഇന്നിന്ന രീതിയിലാണ് ഫസലിന്റെ സംഭവത്തിൽ പങ്കെടുത്തത്, ഇന്നിന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വീഡിയോ ടൈപ്പിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ഓഡിയോ ആയിട്ടുള്ള റെക്കോർഡ് ഇപ്പോ CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ 2 വർഷം മുമ്പ് UDFന്റെ ഭരണമായിരുന്നു കേരളത്തിൽ. ആ കാലഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് സുബീഷിന്റെ മൊഴികൾ ഓഡിയോ കാസറ്റായിട്ട് ഇപ്പോ കോടതിയുടെ മുമ്പിലുള്ള രേഖയായിട്ട് പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ വളച്ചൊടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമല്ല. കൃത്യമായി നേരത്തെ തന്നെ CPIM വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യം, 2 വർഷം മുമ്പ് സുബീഷിന്റെ വാക്കിലൂടെ തന്നെ ഓഡിയോ കാസറ്റായിട്ട് ഇപ്പോ കോടതിയുടെ മുമ്പിലുള്ള കാര്യം. അങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലം നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളാണ് CPM-ഉം അതുപോലെ തന്നെ ഫസലിന്റെ രക്തബന്ധമുള്ള സഹോദരനും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശ്രീ സുരേന്ദ്രൻ, ഈ രക്തബന്ധമുള്ള സഹോദരൻ വിവരാവകാശ നിയമപ്രകാരം വാങ്ങിച്ച് ഇപ്പോൾ കോടതിക്കകത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഇത് പുറത്തേക്ക് വന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോഴത് കൊടുക്കാവുന്നൊരു നില വന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ പറഞ്ഞ പുറത്ത് പരസ്യയിടത്തിലേക്ക് വന്നു എന്നേ ഉള്ളൂ. നേരത്തെ തന്നെ ഇവരുടെ കൈവശമുണ്ട്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സനീഷെ, ഒരു ഉറപ്പില്ല. ഞാൻ പറയാം, 2 വർഷം മുമ്പ് ഉണ്ട് എന്ന് പറയുന്ന ഓഡിയോ കേസറ്റിൽ ഏത് BJP നേതാവിനോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. മറുവശത്തു നിന്നുള്ള സംഭാഷണമില്ല. അവ്യക്തമായിട്ടുള്ള ഒരു ടാപ്പ് വെച്ച് ആ വാർത്തയുടെ ഉറവിടം തേടി പ്രിൻസ് എബ്രഹാമിനെയും സദാനന്ദനെയും കൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കി അത് അവതരിപ്പിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നം എന്താ ഉള്ളതെന്ന് വെച്ചാൽ, താങ്കൾ ഈ ആവർത്തിക്കുന്നു എന്നല്ലാതെ പ്രിൻസ് എബ്രഹാമിനും സദാനന്ദനും എന്താണ് പങ്ക് എന്നത് സംബന്ധിച്ച് ഇപ്പറയുന്ന പോലെ ഒരു തെളിവുമില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളെല്ലാവരും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രിൻസ് എബ്രഹാമും സദാനന്ദനും. എന്ത് തെളിവാണ് അക്കാര്യത്തിലുള്ളത്? അപ്പുറത്ത് BJP നേതാവ് ഇല്ല എന്ന് പറയുന്നത് പോലെ ഇപ്പുറത്ത് ഇവരുണ്ട് എന്നതിന് എന്ത് തെളിവാണുള്ളത്? അല്ല, അത് കേസ് വരുമ്പോ അത് സനീഷിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും എന്താ തെളിവെന്ന്. അല്ല, അത് അവരും പറയുന്നു ശ്രീ സുരേന്ദ്രൻ. അപ്പുറത്തുള്ള BJP നേതാവ് ആരാണ് എന്ന് പറയുമ്പോൾ അവരും പറയും ഇത്. അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളുമെന്ന്. നിങ്ങൾ രാഷ്ട്രീയം പറയുകയാണ് ചെയ്യാൻ പോവാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ സനീഷ് അങ്ങനെയല്ല. ഞങ്ങൾ കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. ഞങ്ങള് കോടതിയെ സമീപിക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും കേസ് 201 പ്രകാരം CBI കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തിനെതിരായി ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങും. അവരോട് അവിടെയാണ് എന്റെ ചോദ്യം. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഏതായാലും അന്വേഷണം വേണം ഇക്കാര്യത്തിൽ എന്നാണ് ഇരു കക്ഷികളും പറയുന്നതെങ്കിൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, ഫസലിന്റെ രക്തബന്ധത്തിൽപ്പെട്ട സഹോദരൻ തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നതുകൊണ്ട് അക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് അവിടെ സ്വീകരിക്കാത്തത് എന്താണ്? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഇന്ന് സുബീഷ് തന്നെ പറഞ്ഞല്ലേ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? കോടതിയെ ഞങ്ങളെ പ്രസ്താവന കൊണ്ട് തിരുത്താൻ പറ്റുമോ? ഇത് കോടതിയിലുള്ള കേസല്ലേ. നിങ്ങളെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും ഈ രാഷ്ട്രീയ കളിക്കെതിരെ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോടതിയല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. അതാണ് സെബാസ്റ്റ്യൻ പോൾ കോടതിക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനാവുക? ഈ പറയുന്നത് ഒരു പ്രമാദമായിട്ടുള്ള കേസിൽ പലതരത്തിലുള്ള മാനുഷികമായിട്ട് ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ, നിയമപരമായിട്ടുള്ള നൂലാമാലകളൊന്നും വെക്കാതെ നോക്കുകയാണെങ്കിൽ, ഈ കൊല്ലപ്പെട്ടയാളുടെ രക്തബന്ധത്തിൽപ്പെട്ട സഹോദരനാണ് വന്ന് ഈ കാര്യത്തിൽ പുനരന്വേഷണം വേണം, ഞങ്ങൾ സംശയിക്കുന്ന മറ്റൊരാളെയാണ് എന്ന് തെളിവുകളുമായിട്ട് അങ്ങോട്ട് വെച്ച് പറയുന്നത് കോടതിയോട്. പക്ഷേ CBI അന്വേഷിക്കുകയാണ്, CBI അക്കാര്യത്തെ എതിർക്കുകയാണ്, ഇത് രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ കോടതിക്ക് എന്ത് ചെയ്യാനാണാവുക? അല്ല, അവിടെയാണ് ഇപ്പോൾ ഒരു കോടതിക്കാനുള്ള അധികാരം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കോടതിക്ക് ഏത് ഘട്ടത്തിലും ഒരു പുതിയ കാര്യങ്ങൾ വന്നാൽ അത് പരിശോധിക്കുന്നതിന്, അതേക്കുറിച്ച് അന്വേഷണത്തിനുള്ള ഉത്തരവിടുന്നതിനുള്ള അധികാരമുണ്ട്. 15-ാം തീയതി അങ്ങനെ ഉത്തരവ് വരാനിരിക്കുകയാണ്. ആ ഉത്തരവ് ഇപ്പോൾ ആ പരാതി നൽകിയ ഈ സഹോദരനുണ്ടല്ലോ, അദ്ദേഹത്തിന് തൃപ്തികരമായ രീതിയിലല്ല ഉത്തരവ് വരുന്നതെങ്കിൽ അതിന് മുകളിൽ ഹൈക്കോടതിയിൽ പോകാൻ കഴിയും. അപ്പോൾ നിയമപരമായ മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഈ ചർച്ചയൊക്കെ നടത്തുമ്പോഴും ഒടുവിൽ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇതിന്റെ സത്യം തെളിയട്ടെ. സത്യം തെളിയുന്നതിന് ആവശ്യമായ അന്വേഷണം നടത്താൻ CBI വിമുഖത കാണിച്ചാൽ അതിനെതിരെ കോടതിക്ക് പരിഹാര മാർഗങ്ങളുണ്ട്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അടൂർ പ്രേമരാജൻ ഒരിക്കൽ ആനത്തലവട്ടം മാനദണ്ഡത്തിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി, ഇനി എന്താണ് നിങ്ങളുടെ കക്ഷി ഇല്ലാത്തൊരു കൊലക്കേസ് അദ്ദേഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ എന്താണ് നിയമപരമായിട്ട് ചെയ്യുക? നിയമപരമായിട്ട് ഞങ്ങളിപ്പോൾ 4 പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ 4 പരാതി കൊടുത്തിട്ടുണ്ട്.
നിലവിൽ കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും CBIക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി കൊടുത്തു. അതിന്റെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിയമപരമായിട്ട് അന്ന് തന്നെ ഇയാളെ കഴിഞ്ഞ 8 മാസമായിട്ട് ഇയാളെ ടാർഗറ്റ് ചെയ്ത് ഏത് സമയത്തും ഇയാളെ ചെയ്യണം, ഉപദ്രവിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ കൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോളിഗ്രാഫ് ടെസ്റ്റിന് നുണപരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നുണപരിശോധന ഒപ്പം ഈ രണ്ടാമത്തെ ടെലിഫോൺ സംഭാഷണത്തിൽ എന്റെ ശബ്ദമല്ല ഉള്ളത് എന്ന് തെളിയിക്കാനുള്ള ഈ ശബ്ദ പരിശോധനയ്ക്കൊക്കെ നിങ്ങൾ മുൻകൈ എടുക്കുമോ? ഇത് ഞങ്ങളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി, ഞാൻ സംസാരിക്കുന്നതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശബ്ദ പരിശോധനയ്ക്കൊക്കെ താങ്കളുടെ കക്ഷി മുൻകൈ എടുക്കുമോ? ഞങ്ങളല്ല എന്ന് ഞങ്ങൾ ആദ്യം തന്നെ എല്ലാ അധികാര സ്ഥാനങ്ങളിലും പറഞ്ഞു. ഈ പിടിച്ച അന്ന് മുതൽ 19-ാം തീയതി കോടതിയിൽ ഹാജരാക്കിയ അന്ന് മുതൽ ഞങ്ങൾ കോടതിയിൽ എല്ലാ പരാതിയും കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നമ്മൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ CBI ഡയറക്ടർക്ക് വരെ നമ്മൾ എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് യാതൊരു എന്ത് അന്വേഷണത്തിന് നേരിടുന്നതിനും നമുക്ക് യാതൊരു മടിയുമില്ല എന്നതിന്റെ അവർക്കും മടിയില്ല എന്നാണ്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സത്യത്തിന് രണ്ട് വശത്തുമായിട്ട് നിൽക്കുക സാധ്യമല്ലല്ലോ. ഏതെങ്കിലും ഒരിടത്താണ് സത്യം, ഒന്നാണ് സത്യം, അല്ലാതെ രണ്ടുപേരും പറയുന്നത് സത്യമാവുക ഒരു തരത്തിലും സാധ്യതയില്ലാത്ത കേസാണ് ഇത്. പൊളിഞ്ഞു വീഴുകയാണെങ്കിൽ നിങ്ങളുടെ വാദം നിങ്ങൾ തിരക്കഥയുണ്ടാക്കി പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് കള്ളമായിട്ട് ഒരാളെ കുടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ എത്രയോ കാലം ഭീകരമായ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒറ്റപ്പെട്ട 1-2 പൊതുപ്രവർത്തകർ കൂടെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഏത് നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത്? ഇത്തരം കേസുകളിൽ സാധാരണ അഭിഭാഷകരും ജനങ്ങളും വിശ്വസിക്കുന്ന കാര്യം, ഈ കേസ് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു തുമ്പുണ്ടാവും ആ സംഭവത്തിൽ. അതനുസരിച്ച് കേസ് തെളിയിക്കപ്പെടും, സത്യം ജയിക്കും. ഇവിടെ ഇവർ പറയുന്ന ഒരു റിപ്പോർട്ടിൽ, വീഡിയോയിൽ, ഓഡിയോ കാസറ്റിൽ മറുഭാഗത്ത് RSS നേതാവാണ് സംസാരിച്ചതെന്ന് തെളിവില്ലല്ലോ, ശബ്ദം കേട്ടോ, കേൾക്കണം, പറഞ്ഞാലല്ലേ കേൾക്കൂ. ആ ഓഡിയോയിൽ RSS നേതാവ് ഏതെങ്കിലും പറഞ്ഞാലല്ലേ കേൾക്കൂ. അദ്ദേഹം സുബീഷ് പറഞ്ഞതിന് മുഴുവൻ കേട്ട് വയ്ക്കുകയാണ്, മൂടുകയാണ്. അദ്ദേഹം വേറൊരു ചോദ്യം ചോദിക്കുന്നില്ല. ചോദ്യം ചോദിച്ചാലല്ലേ കേൾക്കാനൊക്കെ, ഓഡിയോയിൽ കേൾക്കാനൊക്കെ. ആ കേൾക്കാത്ത അദ്ദേഹം ഓഡിയോയിൽ ആ ചോദ്യം കേട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അല്ലെന്ന് എങ്ങനെയാണ് കണ്ടെത്തുക? RS നേതാവ് അല്ല മറുതലയ്ക്കലെന്ന് എങ്ങനെയാണ് വിധി എഴുതുക? അതെല്ലാം കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം. കോടതിയിൽ വരുമ്പോൾ സത്യം തെളിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഏത് സത്യമാണ്, ആര് പറയുന്ന സത്യമാണ് തെളിയുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ശ്രീ K. സുരേന്ദ്രൻ, ശ്രീ അഡ്വക്കേറ്റ് പ്രേമരാജൻ, ഒപ്പം ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ P. ജയരാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടെ പ്രധാന വാർത്തകളിലേക്ക്. ഫസൽ വധക്കേസിൽ പുറത്തുവന്ന മൊഴി നിഷേധിച്ച് RSS പ്രവർത്തകൻ സുബീഷ്. റെക്കോർഡ് ചെയ്ത് പോലീസ് വർദ്ധിച്ചെടുത്ത മൊഴിയെന്ന് വിശദീകരണം. പോലീസിന്റെ വൃത്തികേട് മനസ്സിലാക്കണമെന്ന് K. സുരേന്ദ്രൻ. RSSന്റെ കള്ളക്കളിയാണ് പൊളിഞ്ഞതെന്ന് P. ജയരാജൻ. ഗാന്ധിജി അമിത്ഷായ്ക്ക് കൗശലക്കാരനായ ബനിയ ജാതിക്കാരൻ. കോൺഗ്രസ് പിരിച്ചുവിടാൻ കൗശലക്കാരനായ ബനിയെ തീരുമാനിച്ചിരുന്നെന്ന പ്രസ്താവന വിവാദമായി. അമിത്ഷാ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ. ഹർത്താലുകളിൽ വീണ്ടും വലഞ്ഞ് ജനം. കോഴിക്കോട് മൂവാറ്റുപുഴ ഹർത്താലുകളിൽ അക്രമം. കോഴിക്കോട്ട് BJP സംസ്ഥാന സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം. വടകരയിലും ഫറോക്കിലും CPM ഓഫീസുകൾ ആക്രമിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാൻ തിങ്കളാഴ്ച സർവകക്ഷി യോഗം. ദളിതരെ അധിക്ഷേപിച്ച് CPM MLA. ചക്കിലിയന്മാർ അമ്പലത്തിൽ പോകുന്നത് മദ്യപിക്കാനാണെന്ന് K. ബാബു. വിവാദമായപ്പോൾ മയപ്പെടുത്തൽ. കോൺഗ്രസുകാരെയാണ് ഉദ്ദേശിച്ചതെന്ന് ബാബു. സിനിമകൾക്ക് മേലും കേന്ദ്ര സർക്കാരിന്റെ സെൻസറിംഗ്. രോഹിത് വെമുല കശ്മീർ വിഷയങ്ങൾ പ്രമേയമാക്കിയ ചെറുചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി തടഞ്ഞു. പ്രതിഷേധാർഹമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ഒസ്റ്റ പെങ്കോയ്ക്ക്. ഒസ്റ്റയുടെ ആദ്യ ഗ്രാൻഡ് സ്ലാം നേട്ടം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.